എഴുത്തുമുറി ബ്രോട്ട് യു ബൈ മിൽമ. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ. ലോകമെമ്പാടുമുള്ള റേഡിയോ മലയാളം ശ്രോതാക്കൾക്ക് എഴുത്തുമുറി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കവിയും നിരൂപകനുമായ രതീഷ് ഇളമാടാണ്. കവിതയിൽ തുടങ്ങി നിരൂപണത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹിത്യ സഞ്ചാരമാണ് യുവ നിരൂപകനായ രതീഷ് ഇളമാടിൻ്റേത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമുക്ക് എഴുത്തിലേക്ക് വന്ന വഴികൾ, ശരിക്കും പറഞ്ഞാൽ ബാല്യകാലത്ത് സാഹിത്യത്തിലേക്ക്, ഒരു കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു താല്പര്യം, സാഹിത്യ വഴികളിലേക്ക് ഒരു താല്പര്യം ആരംഭിക്കും. എങ്ങനെയായിരുന്നു രതീഷിന് ഈ ഒരു വഴിയിലേക്കുള്ളൊരു താല്പര്യം ഉണ്ടായത്? കുട്ടിക്കാലത്ത് അങ്ങനെ വായനയുടെയോ എഴുത്തിൻ്റെയോ വലിയ പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്ന ഒരാളായിരുന്നില്ല ഞാൻ. പക്ഷേ പുസ്തകങ്ങളോടുള്ളൊരു വലിയ താല്പര്യം ഉണ്ടായിരുന്നു. പുസ്തകം വായിക്കുക, പുസ്തകങ്ങൾ വാങ്ങുക എന്നുള്ള വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുസ്തകങ്ങൾ വായിക്കുകയും ഈ വായനയ്ക്ക് ഇടയിലെപ്പോഴോ, വായനയുടെ അഗാധതയിലെപ്പോഴോ ആണ് എഴുത്ത് എൻ്റെ മനസ്സിലേക്ക് കയറിയതും. അങ്ങനെ വായനയുടെ ധ്യാനത്തിൽ സംഭവിച്ചു പോകുന്നതാണ് എഴുത്ത്. അങ്ങനെയാണ് എഴുത്തിലേക്ക് വന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ചില കവിതകളൊക്കെ എഴുതി മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം 2008 കവിതയെ സംബന്ധിച്ച ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അതാണ് എൻ്റെ എഴുത്ത് ജീവിതത്തിലെ ആദ്യത്തെ 2008 പുറത്തു വന്ന മൃഗനീതികൾ എന്ന കാവ്യസമാഹാരം. അതെ, അതിലേക്കാണ് അടുത്ത ചോദ്യം ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഈ മൃഗനീതികളിലെ കവിതകൾ, അപ്പം നമ്മൾ ഈ നിരൂപണം എന്ന് പറയുന്ന കല, കവിതയും രണ്ടാണല്ലോ, രണ്ട് മേഖലയാണ്, സാഹിത്യ വിഭാഗങ്ങളാണ്. ഈ ആദ്യമായിട്ടൊരു കവി എന്ന നിലയിലാണല്ലോ അറിയപ്പെടാൻ ആഗ്രഹിച്ചതും ഒക്കെ. അങ്ങനെയാണല്ലോ ഈ സമാഹാരത്തിലേക്ക് എത്തുന്നത്. അതെ. സാധാരണഗതിയിൽ കവിതകൾ കേൾക്കുകയും കവിത വായിക്കുകയും, അതായത് പണ്ട് തൊട്ടേ എഴുത്തച്ഛൻ, ആശാൻ, വൈലോപ്പിള്ളി അങ്ങനെയുള്ള മലയാളത്തിലെ ആദ്യകാലഘട്ട കവികളിലെ കവിതകൾ വായിക്കുമ്പോൾ, ആ കവിതകളെ അടുത്തറിയുമ്പോൾ അത്തരത്തിലുള്ള കവിതകൾ എഴുതുവാനുള്ളൊരു താല്പര്യം ഉണ്ടാവുകയും, കവിത എഴുതുകയാണ് കവിതയുടെ ഭാഷയിൽ, കവിതയോടൊപ്പം സഞ്ചരിക്കുക, കവിതയുടെ നടവഴികളിലൂടെ ഇറങ്ങി നടക്കുക എന്നൊരു ബോധ്യത്തിൽ നിന്നാണ് ഞാൻ കവിത എഴുതി തുടങ്ങിയത്. പിന്നീട് ധാരാളമായി വായിക്കുകയും സാഹിത്യ നിരൂപകന്മാരെയും, പ്രത്യേകിച്ചും KP അപ്പനെ പോലെയുള്ള, MN വിജയൻ മാഷിനെ പോലെയുള്ള, അഴീക്കോട് മാഷിനെ പോലെയുള്ള ധാരാളം എഴുത്തുകാരെ, നിരൂപകന്മാരെ വായിച്ചപ്പോൾ നമുക്ക് സാഹിത്യ നിരൂപണം അല്ലെ സാഹിത്യത്തിൻ്റെ പഠനങ്ങൾ നടത്തുക എന്നൊരു തോന്നലുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടാമത്തെ പുസ്തകമായ വാക്കും കുരിശും, ഇപ്പം പറഞ്ഞ പോലെ KP അപ്പൻ്റെ ഒരു നിരൂപണ സാഹിത്യം നമുക്ക് ഏവർക്കും മലയാളത്തിലൊരു വലിയ ചലനമുണ്ടാക്കിയ ഒരു നിരൂപണ സാഹിത്യ പദ്ധതിയായിരുന്നു KP അപ്പൻ മുന്നോട്ട് വെച്ചത്. അപ്പം അതിൻ്റെ ഒരു വെളിച്ചത്തിലേക്ക് ധാരാളം ചെറുപ്പക്കാരായ എഴുത്തുകാരും ഒക്കെ കടന്നു വരികയുണ്ടായി. അപ്പം KP അപ്പൻ രതീഷ് ഇളമാടെന്ന് പറഞ്ഞ എഴുത്തുകാരനെയും നിരൂപകനെയും കവിയെയും ധാരാളം സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിലെ താങ്കളുടെ പുസ്തകത്തിലെ ക്രൈസ്തവ ബിംബങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ബൈബിൾ സംബന്ധമായ, ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചമടക്കമുള്ള KP അപ്പൻ്റെ പുസ്തകങ്ങളുടെ ഒരു നിര നമുക്കറിയാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു കവിയിൽ നിന്ന് നിരൂപണത്തിലേക്ക് ഒരു തെന്നിമാറ്റം ഈ KP അപ്പനിലൂടെയായിരുന്നു സംഭവിച്ചത്. അതെ. അപ്പൻ സാറിനെ, KP അപ്പനെ വായിക്കുന്ന സമയത്ത് അപ്പനിൽ പെട്ടുപോകുന്ന ഒരു വായന അനുഭവമാണ് വായിച്ചവർക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതെ. അപ്പോൾ അപ്പൻ്റെ കൃതികളെക്കുറിച്ച്, അപ്പൻ കൃതികളിലെ ഗദ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു സൗന്ദര്യതരമായ ഭാഷ, അത് നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. പിന്നീട് അപ്പൻ്റെ കൃതികളിൽ മാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം, കന്യാമറിയത്തെക്കുറിച്ചുള്ള മധുരം നിന്റെ ജീവിതം, അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏത് സാഹിത്യ നിരൂപണം എടുക്കുമ്പോഴും അതിലെല്ലാം ഈ ക്രൈസ്തവ ബിംബങ്ങൾ വരാം. ഗുരുദേവനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ പോലും ഈ ക്രൈസ്തവ ബിംബം വരുന്നു. ഇപ്പം സാന്റിയാഗോ പായ്മരവും തോളിലേറ്റി തിരികെ സാന്റിയാഗോ കിഴവനുകടലെ സാന്റിയാഗോ തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് അപ്പൻ സാർ എഴുതുന്നത്, അത് ഞാൻ വായിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നത് കുരിശും ചുവന്ന് കാൽവരിയിലേക്ക് നടന്നു പോകുന്ന ക്രൈസ്റ്റിനെയാണ്, ക്രിസ്തുവിനെയാണ് ഓർക്കുന്നത് എന്ന് അപ്പൻ സാർ എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല അപ്പൻ സാറിൻ്റെ വലിയ സൗന്ദര്യതരമായൊരു ഗദ്യഭാഷ, ആ ഭാഷയിൽ പെട്ടുക, അപ്പനോടുള്ള ആരാധന കൊണ്ടാണ് ഞാൻ വാക്കും കുരിശും, വാക്കെന്ന് പറഞ്ഞാൽ അപ്പൻ, കുരിശെന്ന് പറഞ്ഞ ക്രൈസ്റ്റ്, തലയോട്ടിക്കുള്ള തിജ്വാലയാണ് വാക്ക്. ഈ വാക്കിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ഒരു എഴുത്തുകാരൻ എൻ്റെ മനസ്സിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുകയും അപ്പൻ്റെ ആരാധകനായി മാറുകയും, അങ്ങനെ അപ്പൻ സാറിനെ കുറിച്ച് കൂടുതൽ വായിക്കാൻ വേണ്ടി, കൂടുതൽ പഠിക്കാൻ വേണ്ടി അപ്പൻ സാറിനെ എഴുതിപ്പോയ ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് വാക്കും കുരിശും എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. വേറെ ഒരു കാരണം കൂടുണ്ട് അപ്പനെ ഇഷ്ടപ്പെടാൻ. കാരണം കൊല്ലംകാരനാണ് രതീഷ് ഇളമാട്. കൊല്ലത്തെ ആയൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഇളമാടെന്ന ഒരു ഗ്രാമത്തിലാണ് ജനനം. അപ്പോൾ ഇതുപോലുള്ള ഗ്രാമത്തിലെ തികച്ചും സാധാരണമായ ഒരു പരിസ്ഥിതിയിൽ നിന്നാണ് താങ്കൾ എഴുത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വരുന്നത്. വീട്ടിലെ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു സാഹിത്യ എഴുത്ത് പശ്ചാത്തലമുണ്ടായിരുന്നൊരു വീടായിരുന്നില്ലല്ലോ. വളരെ സാധാരണക്കാരനായി ജീവിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ അച്ഛൻ ചായ കച്ചവടം നടത്തുന്ന ഒരാളായിരുന്നു. 2 സഹോദരിമാരോടൊപ്പം ഒരാളായി വളർന്നു വന്ന ഒരാളാണ്
ഞാൻ. അപ്പോൾ 3 പേരെയും വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ. പക്ഷേ അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞങ്ങൾക്ക് 3 പേർക്കും ഈ പുസ്തകം വാങ്ങിത്തരാൻ അച്ഛന് വല്ലാത്തൊരു താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ആദ്യ കാലഘട്ടത്തിൽ അച്ഛൻ ഈ പുസ്തകം പഠിക്കുന്ന പുസ്തകങ്ങളായ തന്നെ അത് വാങ്ങി വീട്ടിലിങ്ങനെ കൊണ്ടുവരിക, ആ പുസ്തകം വായിക്കുക. പിന്നീട് ഞാനൊരു പുസ്തകം ഇങ്ങനെ വാങ്ങി ശേഖരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായി. ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ഈ റബ്ബർ ലോഡിങ്ങിന് പോയിട്ടാണ് ഞാൻ ഈ കിട്ടുന്ന പണം കൊണ്ടാണ് പുസ്തകം വാങ്ങുന്നത്. ഇപ്പോഴും ഓർമ്മയുണ്ട്, ആശാൻ സമ്പൂർണ്ണ കൃതികൾ ഞാൻ വാങ്ങുന്നത് അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലൊരു 5000-ഓളം പുസ്തകങ്ങളുടെ വലിയ പുസ്തകത്തിന് ഒരു വലിയ ഭാരമുണ്ട്. അതിന്റെ ഉള്ളിലെ ഉൾക്കനം പോലെ തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാരം അതിനുണ്ടല്ലോ. അത് അതിൻ്റെ ഒരു വല്ലാത്തൊരു പ്രത്യേകത, അത് വല്ലാത്തൊരു ഇൻറ്റിമസി ഉണ്ട്. അപ്പം ആശാൻ സമ്പൂർണ്ണ കൃതികൾ ഞാൻ അങ്ങനെ വാങ്ങി വായിച്ച ഒരാളാണ്. അപ്പം അത്തരത്തിലേക്ക് വായനയിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് ഞാൻ പഴയ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിക്ക് പോകാൻ കഴിയാതെ IT-ക്ക് പോയ ഒരാളാണ്. പിന്നീട് IT-ക്ക് കഴിഞ്ഞിട്ട് ശേഷമാണ് ഡിഗ്രിയും PG ഒക്കെ പാസ്സാവുന്നത്. മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത് പഠിച്ച് സാഹിത്യത്തിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് എഴുത്തും വായനയും പ്രഭാഷണവും ഒക്കെ ആയിട്ട് നാട്ടുമ്പുറത്തെ ഗ്രന്ഥശാലകളിൽ നിന്ന് പുസ്തകമൊക്കെ വായിച്ച് വളർന്നു വരുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഞാൻ. കൗമാരകാലം, യൗവനകാലം, ഇതൊക്കെ നമ്മുടെ സ്കൂൾ കോളേജ് പഠനകാലങ്ങൾ നമ്മളെ ധാരാളം സ്വാധീനിക്കും. അപ്പോൾ ഈ ക്യാമ്പസ് വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? ഞാൻ നിലമേൽ NSS കോളേജിൽ, അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജ്, കൊല്ലം എന്നീ സ്ഥലങ്ങളിലൊക്കെയാണ് പഠിച്ചത്. പിന്നീട് PG പ്രൈവറ്റായിട്ടാണ് പാസ്സായത്. ഇതൊക്കെയാണ് എൻ്റെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം. MA മലയാളം എടുത്തൊരാൾ, കാരണം മലയാള സാഹിത്യത്തിൻ്റെ ഒരു ഭംഗിയിൽ വീഴുന്ന ധാരാളം പേരുണ്ട്. അവരൊക്കെ തന്നെ ഒന്നിൽ അധ്യാപകരാകും, സ്കൂൾ അധ്യാപകരോ കോളേജ് അധ്യാപകരോ ഒക്കെ ആയി മാറും. താങ്കൾ തികച്ചും വ്യത്യസ്തമായ ഒരു പോലീസ് സേനയിലേക്കാണ് എത്തിപ്പെട്ടത്. പോലീസിലെ ഇപ്പം നമ്മളൊരു പ്രയോഗം തന്നെ മലയാളത്തിൽ പറയാറുണ്ട്, കാക്കിക്കുള്ളിലെ കലാകാരൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ഈ പോലീസ് സേനയിലേക്കുള്ളൊരു വരവ് എങ്ങനെയായിരുന്നു? അത് എങ്ങനെ സംഭവിച്ചതാണ്? തികച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തികച്ചും സാധാരണമായ ചുറ്റുപാടിൽ, സാധാരണമായ പരിസരങ്ങളിൽ വളർന്നു വരുന്ന എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി 10-23 വയസ്സായപ്പോഴത്തേനൊരു PSC പരീക്ഷ എഴുതുകയും അത് പോലീസ് ലിസ്റ്റിൽ വരികയും പോലീസ് ആവുകയും ചെയ്തു. ആ പോലീസിൽ നിന്നുകൊണ്ട് തന്നെ അപ്പോൾ പോലീസിലേക്ക് പോകാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ കൂട്ടുകാരുമൊക്കെ പറഞ്ഞു, ഇങ്ങനെ പോലീസിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ എഴുത്ത് മുഴുവൻ അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്, കാരണം ആ ജോലിയുടെ സ്വഭാവമൊക്കെ വെച്ച്. പക്ഷേ ഞാൻ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്ന പോലീസ് ഉപകരണങ്ങളോടൊപ്പം ഒരു പെട്ടി നിറയെ പുസ്തകവുമായിട്ടാണ് ഞാൻ പോയത്. രാത്രി അവിടെ ചെന്നിരുന്ന പുസ്തകം വായിക്കാൻ കഴിയുമെന്നൊക്കെ ആയിരുന്നു എൻ്റെ വിചാരം. പക്ഷേ അതിനൊന്നും നന്നായി കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ പുസ്തകം എൻ്റെ അടുത്തുണ്ട് എന്ന് എനിക്ക് തോന്നി. നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ ഞാൻ എപ്പോഴും എല്ലാവരെയും തിരുത്താറുണ്ട്, ഞാനൊരു പോലീസിലെ കവിയല്ല, പോലീസിലെ നിരൂപകനല്ല, പോലീസിലെ എഴുത്തുകാരനാകാൻ, പോലീസിലെ വായനക്കാരനാകാൻ ആഗ്രഹിക്കുന്ന ആളല്ല, മലയാള സാഹിത്യത്തിലെ ഒരു എഴുത്തുകാരനാകുവാൻ തന്നെ ആഗ്രഹിക്കുന്ന ആളാണ്. തൊഴിൽ ഉപജീവന മാർഗമായി എടുത്തുകൊണ്ട് പുസ്തകം വാങ്ങാനും നമ്മുടെ നിത്യവൃത്തി കഴിഞ്ഞു പോകാനും പോലീസിലെ ഉദ്യോഗം, പോലീസിൽ നന്നായി ജോലി ചെയ്തുകൊണ്ട് തന്നെ സാഹിത്യ പ്രവർത്തനം നടത്തുക ഒരു യഥാർത്ഥത്തിലൊരു അതിജീവനമാണ്. ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ ഒരു അതിജീവനമാണ് ഞാൻ എഴുത്തിലൂടെയും വായനയിലൂടെ, പ്രത്യേകിച്ച് വായനയിലൂടെ കണ്ടെത്തുന്നത്. പുസ്തകത്തിൻ്റെ ഒരു പുസ്തക പ്രേമിയാണ് എഴുത്തുകാരന്, നിരൂപകൻ എന്നതിനോടൊപ്പം തന്നെ അതിരില്ലാതെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ്. രതീഷിൻ്റെ പുസ്തക ലൈബ്രറിയെ പറ്റിയുള്ള ധാരാളം വാർത്തകൾ വരികയുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താങ്കളുടെ വീടിൻ്റെ ഗൃഹപ്രവേശം തന്നെ ഒരു വലിയ സാംസ്കാരിക സദസ്സ് നടത്തി. എനിക്കൊന്ന് കേരളത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ആരെങ്കിലും? ഇല്ലെന്നാണ് എൻ്റെ അറിവിലും ഉള്ളത്. അപ്പോൾ അത് ഈ പുസ്തകങ്ങൾ വലിയൊരു വായന ഗ്രന്ഥശേഖരം ഉണ്ട്. ഈ ഒരു പുസ്തകങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷത്തിലും ദിവസവും പുസ്തകത്തെ സ്നേഹിച്ചും പുസ്തകത്തെ തൊട്ടും തലോടിയും ഉണരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഴുത്തും വായനയും അറിവും ആനന്ദവും ആണ് എന്നതിനപ്പുറം അതിജീവനം കൂടിയാണ് എനിക്ക് എഴുത്ത്, വായന. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയ വീട് തിരുവനന്തപുരത്ത് വെച്ച സമയത്ത് അതിലെ ഒരു വലിയ മുറി മുഴുവൻ പുസ്തക ശേഖരങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പുതിയ വീടിൻ്റെ പേര് വജസ് എന്നാണ്, വാക്കെന്നാണ്. അപ്പോൾ ഒരു വലിയ പുസ്തക ശേഖരമുണ്ട്. ഞാൻ എൻ്റെ വീടിൻ്റെ പാലുകാച്ചനോട് 5000-ലധികം പുസ്തകങ്ങളുണ്ട്. ഉണ്ട്. അപ്പോൾ പിന്നെ ആ പുസ്തക ശേഖരങ്ങളിലാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു സ്വകാര്യ ലൈബ്രറി ഞാൻ ഒരു പൊതു ചടങ്ങിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത്, കേരളത്തിലൊരു, എനിക്ക് തോന്നുന്നു അത് തന്നെ ഒരു ഗിന്നസ് ബുക്കിൽ വേണമെങ്കിൽ കയറാൻ പറ്റുന്നൊരു സംഭവമാണ്. അതൊരു നല്ല പത്രങ്ങളിലൊക്കെ നല്ലൊരു വാർത്തയും വന്നു.
പിന്നെ ഒരു സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. അതെ, പത്രങ്ങളിലൊക്കെ അങ്ങനെ ഒരു ഫീച്ചറൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു, ഒരു വ്യത്യസ്തമായ പാലുകാച്ച്. അത് ഞാൻ വ്യത്യസ്തമാകാൻ വേണ്ടി ചെയ്തല്ല, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണിത് എന്നതുകൊണ്ടാണ്. അപ്പം പുസ്തകം എനിക്ക് തോന്നുന്നു ഇതൊരു ഗിന്നസ് ബുക്കിന് വേണമെങ്കിൽ കൊടുത്തുകൂടെ ഇങ്ങനൊരു സംഭവം? ഇത് ആദ്യമായിട്ടായിരിക്കത്തില്ല ഒരു പക്ഷേ ഇങ്ങനൊരു ഗൃഹപ്രവേശത്തിലൊരു സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചത്. എൻ്റെ അന്ന് പരിപാടിയിൽ പങ്കെടുത്തപ്പം റിട്ടയർഡ് DGP ഹേമേന്ദ്ര സാർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് പരിപാടിയിൽ പങ്കെടുത്ത. പിന്നെ പോലീസിലെ കവികളും എഴുത്തുകാരും പുസ്തകത്തെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്ന ഒരു സദസ്സാണ്. അവർ വർത്തമാനം പറയുന്നതിനിടയ്ക്ക് എല്ലാം പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ ജീവിതാനുഭവത്തിൽ. ഇപ്പം ഹേമേന്ദ്ര സാർ റിട്ടയർഡായ ഒരു ദിവസമാണ്, അദ്ദേഹത്തെ വലിയ ജീവിതാനുഭവങ്ങളും അനുഭവങ്ങളും ഉള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ ജീവിതത്തെ അനുഭവത്തിൽ ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്ന്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല, കാരണം അങ്ങനെ ചിന്തിക്കാറില്ല. എൻ്റെ ഒരു സ്വകാര്യമായ കാര്യമാണ്. അപ്പോൾ ഈ പുസ്തകമില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഈ അന്നാഗ്മത്തോ എന്ന് പറയുന്നൊരു എഴുത്തുകാരി പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ നമുക്ക് സങ്കടം വരുമ്പോഴാണ് നമ്മൾ നമ്മളിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലുന്നത്. സാധാരണഗതിയിൽ നമുക്ക് സങ്കടവും വിഷമവും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ വായനയൊക്കെ ഉപേക്ഷിച്ച് പോകുന്നൊരു സ്വഭാവമുണ്ട്. ഞാൻ പക്ഷേ ഈ സങ്കടവും വിഷമവും അവഗണനയും തിരസ്കാരവും ഒക്കെ വരുന്ന സമയത്ത് ഞാൻ കൂടുതൽ പുസ്തകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ദിവസവും ഈ ഒരു നമ്മുടെ ദിവസത്തിൻ്റെ ഒരു നമ്മുടെ ഓരോരുത്തർക്കും അവരുടേതായ ദിവസം ഒരു ചിട്ടയുണ്ടല്ലോ, ദിവസത്തിൻ്റെ ഒരു രീതി. നമ്മൾ ദിവസം തുടങ്ങുന്നത് ഈ ലൈബ്രറിയിൽ ഇരുന്നിട്ടാണോ ദിവസം ആരംഭിക്കാറുള്ളത്? അങ്ങനെ ചെന്നിരിക്കുന്ന നിമിഷങ്ങളുണ്ടോ? അങ്ങനെ ഒരു പ്രത്യേകത. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാൻ ലൈബ്രറിയിൽ എത്താറുണ്ട്. നേരം ഏറെ വൈകിയതിന് ശേഷം വളരെ വേഗത്തിൽ പുസ്തകം വായിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഫിക്ഷനുകളൊക്കെ വായിക്കുന്ന സമയത്ത് തന്നെ ഒരു വരി പോലും വിടാതെ, ചില നമുക്ക് നോവലുകൾ പെട്ടെന്ന് വായിച്ചു പോകാൻ കുറേ ഭാഗങ്ങൾ വിട്ടുപോയാലും നമുക്ക് എൻ്റെ കഥയൊക്കെ മനസ്സിലാവും. ഞാൻ പക്ഷേ നോവൽ പ്രത്യേകിച്ചും ഫിക്ഷനൊക്കെ വായിക്കുമ്പോൾ അതിലെ വരികളൊന്നും തന്നെ വിട്ടുപോകാതെ, ചില വരികളത് അതിൻ്റെ ആ എഴുത്തുകാരൻ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഷയുടെ സൗന്ദര്യം എന്നിനുള്ളിലേക്ക് കടക്കണമെന്ന് വിചാരിച്ച് ഞാൻ ആ ഭാഗങ്ങൾ എഴുതിയെടുക്കാറുണ്ട്. പണ്ടൊക്കെ ഞാൻ ഈ ട്യൂട്ടോറിയൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന സമയത്ത് ഈ നോവലിലെ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ശ്രീരാമൻ പിള്ളയുടെ ധർമ്മരാജ നോവലും ഇപ്പം ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ നോവലുടെ ഭാഗങ്ങളൊക്കെ ഈ കാണാതെ ക്ലാസ്സിൽ കുട്ടികളോട് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം നമ്മൾ വായനയെ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് എൻ്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണ് വായന. വായനയില്ലാതെ നമുക്ക് എന്നും എഴുതണമെന്നില്ലല്ലോ. അപ്പം വായനയില്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാനേ കഴിയില്ല എന്നുള്ളതാണ്. കുട്ടികളോട് ഈ നോവലിലെ ഭാഗങ്ങൾ പറയാറുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോഴെന്തെങ്കിലും ഓർക്കുന്നുണ്ടോ അങ്ങനെ ഒരു ഭാഗം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാൻ? കൃത്യമായിട്ട് അങ്ങനെ ഇപ്പോൾ ഞാനതിന് ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും പിന്നെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ ബന്ധം, ഓന്തുകളുടെയും ദിനോസറുകളുടെയും കാലഘട്ടത്തിന് മുമ്പ് രണ്ട് ജീവബന്ധുക്കൾ നടക്കാനിറങ്ങിയതും ചിതലിമലയുടെ താഴ്വാരത്തിൽ ചെന്ന് അവർ പരസ്പരം സംസാരിക്കുന്നതും, നീ എന്നെ അനിയത്തി ചേട്ടത്തിയോട് ചോദിക്കുന്നത് ഏകദേശമാണത്. അനിയത്തി ചേട്ടത്തിയോട് ചോദിക്കുന്നത് നീ എന്നെ മറന്നു പോകുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു മറക്കില്ല എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നു അല്ല, ഇത് മറന്നുപോകും, സ്നേഹരാഹിത്യത്തിൻ്റെ കാലഘട്ടമാണ് എന്ന് പറയുന്ന ഖസാക്കും. അതുപോലെ സി വി രാമൻ പിള്ളയുടെ നോവലിനകത്ത് ചന്ദ്രക്കാരൻ പ്രത്യക്ഷപ്പെടുന്ന ഭാഗങ്ങളും, കൂരിരുട്ടേ ഉങ്കേ നീയേ നെടുങ്കതി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രക്കാരൻ ഇരുട്ടിൽ മറയുന്നത്, വേരുകളിൽ ഇന്ദക്കുട്ടികൾക്ക് ഇനി ഇവളവ് ഭയം, തൂങ്കര മുറിയാക ചേനയാക എന്നൊക്കെ പറഞ്ഞ് മലയാറ്റൂരിൻ്റെ നോവലുകൾ, ഇതൊക്കെ അന്ന് ആ കാലഘട്ടത്തിൽ വായിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തതിൻ്റെ ഒരു ഓർമ്മയുണ്ട്. ഏകദേശം ഇതാണിത്. അതാണ് അന്ന് കവിതകളും അങ്ങനെ നമ്മൾ കാണാതെ പറയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണിത്. എഴുത്തിൻ്റെ ജനാധിപത്യം സോഷ്യൽ മീഡിയ ഒരു പരിധിവരെ പുതിയ എഴുത്തുകാർക്കും വായനക്കാർക്കും സമ്മാനിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. താങ്കളും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അടുത്ത കാലത്ത് താങ്കളുടെ ഒരു പ്രണയ കവിത സോഷ്യൽ മീഡിയയിൽ ധാരാളം ചർച്ച ചെയ്യപ്പെടുകയും ധാരാളം പേര് കാണുകയും ചെയ്തു. ആ പ്രണയ കവിത കുറച്ച് വരികൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാം. ഞാനത് പിന്നെ ഈ കവിതകൾ എഴുതാറുള്ള ഒരു പുതിയ രൂപത്തിനനുസരിച്ചാണ് കവിതകൾ എഴുതുന്നത്. ഇപ്പോൾ ഫെബ്രുവരി 14 ലോക പ്രണയ ദിനത്തോടനുബന്ധിച്ച് ഒരു പ്രണയ കവിത ഒന്ന് എഴുതിയാൽ കൊള്ളാമെന്ന്. പണ്ട് കാലത്ത് ഞാൻ പദ്യരൂപത്തിൽ കേകവൃത്തത്തിലൊക്കെ നമ്മൾ കവിത എഴുതിയിട്ടുണ്ട് പണ്ട്. അങ്ങനെയൊക്കെ കവിത എഴുതുന്ന ഒരാളെന്ന നിലയിൽ ഒരു കവിത എഴുതിയാൽ കൊള്ളാമെന്ന് തോന്നുകയും അത് അത്ര നന്നായി കവിത പാടാൻ കഴിവില്ലാത്ത ഒരാളെന്ന നിലയിൽ ഞാനത് മറ്റൊരാളെ കൊണ്ട് പാടിപ്പിക്കുകയും ചെയ്തു. അശ്വതി എന്ന് പറഞ്ഞൊരു നന്നായി പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നൊരു കുട്ടിയാണ് കവിത പാടിയത്. 2-3 വരി ഞാൻ പറയാം. വളരെ വളരെ സിമ്പിളായ വരികളാണ്. ഒരു ചിരിയിലൊരുന്മാദ ലഹരി നുരയുന്നു, പ്രണയകാലത്തിൻ്റെ കവിത നിറയുന്നു, വാക്കിൻ്റെ വിരഹതാപങ്ങൾ മൗന പുസ്തകത്തിൻ്റെ താളുകൾ മറിക്കുന്നു, ചിറകു തളർന്നൊരു വാക്കിൻ്റെ പക്ഷികൾ ഗതകാല സന്ധ്യയിൽ കൂടണയുന്നു, പോയ കാലത്തിൻ്റെ മാവുകൾ പൂക്കുന്നു, ഒരു ശോണരജനിയിൽ
വിടരുന്നു പൂവായി. ഇങ്ങനെ പോകുന്ന ഒരു പ്രണയകഥയാണ് രാമായണം. ഇന്ത്യയുടെ ആത്മാവിൻ്റെ ചൈതന്യമാണ്. എല്ലാ ഇന്ത്യക്കാർക്കും സ്വത്തായിട്ടുള്ളതാണ് രാമായണം. രാമായണത്തിൻ്റെ പലതരം വായനകൾ നമുക്കറിയാം, ലോകമെങ്ങും വന്നിട്ടുണ്ട്. ഇപ്പോൾ വയനാടൻ രാമായണം. അതുകൊണ്ട് തന്നെ രാമായണം ഒരു ദക്ഷിണേന്ത്യ അല്ലെങ്കിൽ ലോകം മുഴുവൻ, ദക്ഷിണേഷ്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹത്തായ ഒരു കൃതിയാണ്, ഒരു സാഹിത്യകൃതിയാണ്. ഇന്നും അതിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി പഠിച്ചു തീർന്നിട്ടില്ല. ധാരാളം എഴുത്തുകൾ വരുന്നു, രാമായണ വായനകൾ തന്നെ. താങ്കളുടെ രാമായണ വായന, അയനങ്ങളുടെ നാനാർത്ഥങ്ങൾ, ഇതിലേക്ക് ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു വളരെയേറെ പ്രശസ്തമായ ഒരു പുസ്തകമാണത്. അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? 2019 രാമായണ പഠന ഗ്രന്ഥമായ, ഒരു സമ്പൂർണ്ണ രാമായണ പഠന ഗ്രന്ഥമായി എഴുതിയ അയനങ്ങളുടെ നാനാർത്ഥങ്ങൾ. രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രാമൻ്റെ അയനം. അയനം എന്ന് വെച്ചാൽ യാത്ര, രാമായണത്തിലൂടെയുള്ള യാത്ര. അതാണ് അയനങ്ങളുടെ നാനാർത്ഥങ്ങൾ. ഇന്ത്യൻ തത്വചിന്തയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ബഹുസ്വരതയുടെ ഏറ്റവും വലിയ ഉപാധിയാണ്, ഗ്രന്ഥമാണ് രാമായണം. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങൾ ഒരു വളരെ യാഥാസ്ഥിതികമായ ഒരു ചുറ്റുപാടിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് വീട്ടിൽ സന്ധ്യാനാമം ചൊല്ലുക, ഇപ്പോഴും ചില വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും സന്ധ്യാനാമം ചൊല്ലുക, ഇങ്ങനെ വിളക്ക് കത്തിച്ച് അതിൻ്റെ ചുറ്റും കൂടിയിരുന്ന് സന്ധ്യാനാമം ചൊല്ലുന്നൊരു സ്വഭാവമാണ്. വന്നതില്ല മാരുതി വരുന്നു പോ എന്ന് പാർത്തിരുന്ന രാമരാമ പാഹിമ എന്ന പഴയ സന്ധ്യാനാമ കീർത്തനവും. അതിനുശേഷം ഞാൻ അങ്ങനെ വളർന്നു വന്ന കാലഘട്ടത്തിൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം, ഇപ്പോൾ സുന്ദരകാണ്ഡത്തിലെ കഥയമമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാ മതിവര എന്ന് പറയുന്ന എഴുത്തച്ഛൻ്റെ രാമായണമൊക്കെ കേട്ട് പഠിച്ചു വളർന്നു വന്നതിന് ശേഷം രാമായണം നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായി ചിത്രകഥകളായും ചിത്രകഥകളായും ബാലകഥകളുമൊക്കെ ആയി പ്രചരിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. അങ്ങനെ രാമായണത്തെക്കുറിച്ചൊരു ധാരണയുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാമായണത്തെക്കുറിച്ചൊരു പഠനം നടത്തിയാൽ, ഇപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് നല്ല അവഗാഹം ഉണ്ടാകണമെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ മതി എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ രാമായണത്തെക്കുറിച്ചൊരു വലിയ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹിച്ചത്. അങ്ങനെ രാമായണവുമായി ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങൾ, ഏതാണ്ട് 1000-ഓളം പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട രാമായണത്തിൻ്റെ എൻസൈക്ലോപീഡിയ എന്ന് വിശ്വസിക്കുന്ന കാമിൽ ബുൽക്കയുടെ രാമകഥ, അതുപോലെ AK രാമാനുജൻ്റെ 300 രാമായൺസ്, ഇതെല്ലാം ആധികാരിക രാമായണ പഠന ഗവേഷണ ഗ്രന്ഥങ്ങളാണ്. ആ പുസ്തകമൊക്കെ ഞാൻ വാങ്ങി. ഏതാണ്ട് 100 കണക്കിന് പുസ്തകങ്ങൾ, രാമായണ സംബന്ധിയായ പുസ്തകങ്ങൾ ഞാൻ വാങ്ങി. ഒരു വലിയ ശേഖരം തന്നെ ഉണ്ട്. അതെ, രാമായണ പുസ്തകങ്ങളെക്കുറിച്ച് ധാരാളം. ഇപ്പം മാഷ് സൂചിപ്പിച്ചതുപോലെ പിന്നെ വയനാടൻ രാമായണം, ആസീസ് തരുവണയുടെ വയനാടൻ രാമായണം, അതുപോലെ കണ്ണശ രാമായണം, തുളസിദാസിൻ്റെ രാമായണം, കൃത്തിവാസ രാമായണം, ബംഗാളിലൊക്കെ പ്രസിദ്ധമായ കൃത്തിവാസ രാമായണം, കമ്പരാമായണം നമ്മുടെ കർണാടകത്തിലൊക്കെ പ്രസിദ്ധമായ കമ്പരാമായണം, പിന്നീട് അത്ഭുത രാമായണത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീത സഹസ്രമുഖ രാവണനാണതിൽ. ഈ സഹസ്രമുഖ രാവണനെ കൊല്ലുന്നത് സീതാദേവിയാണ്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ രാമായണങ്ങൾ. അതുപോലെ മലയാള കവിതയിൽ രാമായണത്തെ ഉപജീവിച്ചെഴുതിയിട്ടുള്ള, അതായത് മലയാളത്തിലെ ആദ്യത്തെ കവിത രാമചരിതം, ആ രാമചരിതം തൊട്ട് സച്ചിദാനന്ദൻ്റെ ജാനകി പോരു വരെ എന്നുള്ള കവിതകളെ ഒരു അധ്യായം, അതാണ് മലയാള കവിതയിൽ രാമായണത്തിൻ്റെ സ്വാധീനം ഉൾപ്പെടെയുള്ള അധ്യായങ്ങളാണ്. പിന്നെ ഇന്ത്യൻ ബഹുസ്വരതയ്ക്ക് രാമായണത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, വാൽമീകി ആരാണ്, പ്രഹസ്തൻ എന്ന മുനിയുടെ കാലഘട്ടം മാറി വരുന്നതാണ് വാൽമീകി എന്ന് പറയുന്ന സങ്കല്പം. അപ്പോൾ വാൽമീകി ആരാണ്, അതിൻ്റെ ചരിത്രപരതയാണ്. ദശരഥ ജാതകം പോലെയുള്ള ആദ്യകാല ഗ്രന്ഥങ്ങളിൽ നിന്നാണ് രാമായണം ഉത്ഭവിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ പഠന ഗ്രന്ഥമാണ്. കോഴിക്കോട് ഹരിതം ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച് നല്ലപോലെ ആളുകൾ അഭിപ്രായം പറയുകയും നന്നായി വായിക്കപ്പെടുകയും ചെയ്തൊരു പുസ്തകമാണ് എന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ. ഇത് റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. എഴുത്തുമുറി ബ്രോട്ട് യു ബൈ മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ. 2022 താങ്കളുടെ രഹസ്യവനങ്ങൾ പൂത്ത ഒറ്റമരം എന്ന് പറയുന്ന പുസ്തകം, ഏറ്റവും ഇപ്പോൾ 5 പതിപ്പിലെത്തി നിൽക്കുന്ന പുസ്തകം പുറത്തിറങ്ങിയത്. വളരെ മനോഹരമായ പേര് കൊണ്ട് തന്നെ ഓരോ പുസ്തകത്തിൻ്റെയും പേര് മനോഹരമാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് വളരെ വളരെ മനോഹരമായ ഒരു പേരാണ്. തന്നെയല്ല, നിരൂപണത്തിന് നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഇപ്പം KP അപ്പൻ അടക്കമുള്ള, ഇപ്പം ഡോക്ടർ PK രാജശേഖരൻ അടക്കമുള്ളവരുടെ ഒരു സജയ്, KV സജയ് അടക്കമുള്ള അവരുടെ ഒരു നിരയിൽ, താങ്കൾ ഉൾപ്പെടെയുള്ളവർ വരുന്നൊരു നിരയിൽ നിരൂപണ സാഹിത്യത്തിന് വലിയൊരു ഒലച്ചിൽ സംഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്.
ഈ ഒരു നിരൂപണ സാഹിത്യ മേഖല സംഭവിച്ച ഈ ഒരു അപജയം, കുറച്ചൊക്കെ അപജയം എന്നല്ല, കുറച്ചൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതിനെ ഞാൻ നിരൂപണ സാഹിത്യത്തിലെ ഈ പി കെ രാജശേഖര സാറിനോടോ കെ പി അപ്പനോടോ സജയ് മാഷിനോടോ ശ്രീജൻ അവരെ പോലെയുള്ള എഴുത്തുകാരോട് ഒപ്പം നിൽക്കുന്ന ഒരാളല്ല. അവരുടെയൊക്കെ എഴുത്ത് കണ്ട് ഭ്രമിച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നിരൂപണ സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനൊരു ഇപ്പോൾ പിന്നെ ചിലർ പറയാറുണ്ട് ഈ കവിത പോലെ മനോഹരമായ ഗദ്യം, അത് യഥാർത്ഥത്തിൽ ആ ഗദ്യത്തിന് കൊടുക്കുന്ന ശരിയായ ആശാമേനോന്റെയൊക്കെ കൃതികളിൽ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പിന്നെ കവിത പോലെ മനോഹരമായ ഗദ്യം എന്ന് പറഞ്ഞാൽ ആ ഗദ്യം മോശമാണെന്നാണ് എൻ്റെ അർത്ഥം. സക്കറിയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഗദ്യത്തിന് ഗദ്യത്തിൻ്റെതായ ഒരു ഭാഷയുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യത്തെ നന്നായി ഉപയോഗപ്പെടുത്തിയ ആളാണ് അപ്പൻ സാറും പി കെ രാജശേഖര സാറും സജയ് മാഷും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റീഡബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ സാഹിത്യ നിരൂപണത്തിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ ഒരു കൂരിപ്പകരൽ കൂടി അതിനകത്തുണ്ട്. ഞാനിപ്പോൾ സാഹിത്യ നിരൂപണം നടത്തുന്ന സമയത്ത് എൻ്റെ ഒരു സ്റ്റൈൽ അത് അപ്പൻ സാറിൽ നിന്നൊക്കെ കിട്ടി വന്നായിരിക്കും, എം എൻ വിജയൻ മാഷിൽ നിന്നൊക്കെ കിട്ടി വന്നായിരിക്കും. ഒരു പുസ്തകത്തിൻ്റെ വായന നടത്തി, പഠനം നടത്തി, നിരൂപണം നടത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഓർമ്മകളിൽ വന്നു നിറയുന്ന അനേകായിരം പുസ്തകങ്ങളുണ്ടാവും. അപ്പോൾ ആ അനേകായിരം പുസ്തകങ്ങൾ നമ്മുടെ നിരൂപണ ഭാഷയോടൊപ്പം സഞ്ചരിക്കുകയും അത് വായനക്കാരിൽ വലിയ വിജ്ഞാനത്തിൻ്റെ ലോകം തുറക്കുകയും ചെയ്യുന്ന ഒരു സൗന്ദര്യതരമായ ഭാഷയാണ് ഞാൻ നിരൂപണത്തിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ നിരൂപണത്തിൽ ഭാഷ ഉപയോഗിക്കുമ്പോൾ അതിൽ വലിയ വായനക്കാരുണ്ട്. ഒരു വരണ്ട ഭാഷ ഉണ്ടാവുക മാത്രമല്ല, ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരു കാവ്യാത്മകം എന്ന അർത്ഥത്തിലല്ല, ഒരു അങ്ങനെ റീഡബിലിറ്റി ഉണ്ടാവുക, വിജ്ഞാനം ഉണ്ടാവുക, വിനോദത്തെ സൃഷ്ടിക്കുക, അങ്ങനെ ഒരു നിരൂപണത്തിൻ്റെ ഭാഷ ഞാൻ ഗദ്യത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വായന നല്ല റീഡബിലിറ്റിയുള്ള പുസ്തകമാണ് എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതിൽ തന്നെ പിന്നെ ഭാഷ നിരന്തരം നവീകരിക്കപ്പെടേണ്ടതാണ്. അപ്പൻ സാറൊക്കെ പറഞ്ഞതുപോലെ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു സൃഷ്ടാവ് മാത്രമല്ല, ഒരു സംഹാരകൻ കൂടിയാണ്. അതായത് ഇന്നലെയുള്ള തേഞ്ഞ ഭാഷയെ സംഹരിച്ചതിന് ശേഷം ഒരു പുതിയ ഭാഷ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ക്ലീഷകളെയൊക്കെ ഒഴിവാക്കി ഒരു പുതിയ ഭാഷ, നവീകരിക്കപ്പെട്ട ഭാഷ നമ്മുടെ ഗദ്യത്തിൽ കൊണ്ടുവരും. തീർച്ചയായും അത് വായനക്കാരുണ്ടാവും. ഒരു പക്ഷേ പി കെ രാജശേഖര സാറിൻ്റെയൊക്കെ പുസ്തകങ്ങൾ, സജയ് മാഷിൻ്റെ എഴുത്തുകളുമൊക്കെ, അതായത് അവർ ആശാൻ്റെ കൃതികൾ, ഇപ്പം സജയ് മാഷാണ് ആശാൻ്റെ കൃതികൾ, ശരി പാവയോ ഇവൾ എന്ന് പറയുന്ന ചിന്താവിഷ്ടയ സീതയെക്കുറിച്ചൊരു പഠന ഗ്രന്ഥമുണ്ട്. അതിലൊക്കെ ആ പഴയകാല കൃതികൾ, പിന്നെ വൈലോപ്പള്ളി മാഷിൻ്റെ കവിതകളെക്കുറിച്ച് ഒക്കെ പഠനം നടത്തുമ്പോഴും ആ പഴയകാല കവിതകളെ എടുത്ത് പുതിയ ഭാവുകത്വത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ട്. അപ്പോൾ അത് വായിക്കപ്പെടുന്നത് പോലെ നിരൂപണം വായിക്കപ്പെടും. അപ്പോൾ നിരൂപണം ഈ വിജ്ഞാനത്തിൻ്റെ ഫിക്ഷനുകളും കഥകളും വായിക്കുന്നത് പോലെ വായിക്കപ്പെടാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ രഹസ്യവനങ്ങളിൽ പൂത്ത ഒറ്റവര ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളിൽ ഇപ്പോൾ സാധാരണ നമ്മൾ നിരൂപണ ഗ്രന്ഥങ്ങൾ വരുന്നത് ഒന്നിലൊരു കവിതയെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ കഥകളെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ നോവലിനെ പറ്റിയായിരിക്കാം. പക്ഷേ രതീഷിൻ്റെ, താങ്കളുടെ കൃതികളിൽ ഇതൊരു ലേഖന സമാഹാരങ്ങളാണ്. പലതും കഥയുണ്ട്, അതിൽ കവിതയുണ്ട്, നോവലുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വൈവിധ്യം പുസ്തകങ്ങളുടെ ഈ അടുക്കിൽ സൂക്ഷിക്കുന്നത്? അല്ല, എല്ലാത്തരം വായനകളെയും പ്രോത്സാഹിപ്പിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് എഴുതുന്നത്. അതൊരു പഴയ കാലത്ത് പോലെ ഒരു ഖണ്ഡന വിമർശനം, മണ്ഡനം, അങ്ങനെ സിസ്റ്റം ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന, എൻ്റെ വായനയെ സന്തോഷിപ്പിക്കുന്ന കൃതികളെക്കുറിച്ചാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ എൻ്റെ അങ്ങനെ വായനകളെ സന്തോഷിപ്പിച്ച കൃതികളെക്കുറിച്ചാണ് ഞാൻ ആ രഹസ്യവനങ്ങളിൽ പൂത്ത ഒറ്റമരം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ചെയ്തത്. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ കെ സജീവ് കുമാറിൻ്റെ ഒരു പ്രണയ കവിതാ സമാഹാരത്തെ എടുത്തു നടത്തിയ പഠനമാണ് രഹസ്യവനങ്ങളിൽ പൂത്ത ഒറ്റമരം. അത് നമ്മുടെ ഗ്രന്ഥാലോക മാസികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനമാണ്. അത് തന്നെയാണ് പുസ്തകത്തിനൊട്ടെ. അതിനകത്ത് കഥകളെക്കുറിച്ചുള്ള പഠനമുണ്ട്, പിന്നെ കവിതകളെക്കുറിച്ചുള്ള പഠനമുണ്ട്. അങ്ങനെ എല്ലാ വ്യത്യസ്ത സാഹിത്യ വിഭാഗങ്ങളെല്ലാം തന്നെ ആ പുസ്തകത്തിലുണ്ട്. ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം ഇനിയും വായിക്കേണ്ടതുണ്ടോ എന്നൊരു ലേഖനമുണ്ട് അതിൽ. അതായത് സമകാലിക ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്ന് ഇനി ഈ പുസ്തകം വായിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രസക്തി എന്ന് ചിന്തിക്കുന്നൊരു ലേഖനമാണത്. അങ്ങനെ രാഷ്ട്രീയ മാനങ്ങളിലുള്ള ലേഖനങ്ങളും അതിനകത്ത്. അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ സുപ്രീം കോടതി വിധിയായി വന്ന കുറേ വിധികളുണ്ട്. ശബരിമല വിവാദം പോലെയുള്ള, 493 പോലെയുള്ള, 397 പോലെയുള്ള വിധികളെക്കുറിച്ച് നടത്തിയ, ഇന്ത്യയുടെ ആത്മാവിൽ പിന്നെ വന്ന അതെങ്ങനെ രേഖപ്പെടുത്തി എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു ലേഖനം ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ലേഖനങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകം DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. അത് ഏതാണ്ട് 5 പതിപ്പ് പിന്നിട്ടിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം, അത് വായിക്കപ്പെടുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. കാലത്തിന് മുമ്പേ ഒരു വിളക്കുമായി പോകുന്ന ഒരു സഞ്ചാരിയാണ് ശരിക്കും ഒരു നിരൂപകൻ. എഴുത്തുകാരനെ അയാൾ എങ്ങോട്ട് വേണമെങ്കിലും നയിക്കാം, അല്ലെങ്കിൽ എഴുത്തുകാരനെ ഉപരി വായനക്കാരനെ നയിക്കാനായാണ് വിളക്കുമായി ഈ സഞ്ചാരിയെ പോലെ നിരൂപകൻ മുന്നിൽ സഞ്ചരിക്കുന്നത്.
നിരൂപകരെ അത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നവരല്ല എഴുത്തുകാർ. ഈ ഒരു വൈരുദ്ധ്യം, ഈ എഴുത്തുകാരും ഈ നിരൂപകരും തമ്മിലൊരു ചെറിയ ശത്രുത പോലെ നിലനിൽക്കുന്നു എന്ന് പലപ്പോഴും നമുക്ക് പറയാം. അതെങ്ങനെ അതൊരു എഴുത്തുകാർ ഒരു നിരൂപകൻ എന്ന നിലയിൽ എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്നത്? ഞാനതിനെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വായനയെ സന്തോഷിപ്പിക്കുന്ന എഴുത്തുകളാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഒരു കരാർ പ്രകാരം ഞാൻ ഒരു സാഹിത്യകൃതിയെയും നിരൂപണം നടത്താറില്ല. അപ്പോൾ എൻ്റെ വായനയെ സന്തോഷിപ്പിക്കുന്ന ഇപ്പം എഴുത്തുകാർ, ഒന്നാമത്തെ കാര്യം KP അപ്പനെ കുറിച്ച് ഞാൻ പുസ്തകം എഴുതി. ഇപ്പോൾ പുതുതായി വരുന്ന പുസ്തകം MN വിജയമാഷിനെ കുറിച്ചുള്ളൊരു ലേഖനമുണ്ട്. വിജയമാഷ് സർഗ്ഗവഴിയിലെ കലാപങ്ങൾ. വിജയമാഷിൻ്റെ സാഹിത്യ നിരൂപണത്തിൻ്റെ പ്രത്യേകത, ഫ്രോയിഡിൻ്റെ തത്വചിന്തകൾ, മാർക്സിയൻ ദർശനങ്ങൾ, ഇതൊക്കെ തന്നെ ഞാൻ മാർക്സിയൻ ദർശനങ്ങളും ഈ ഫ്രോയിഡിനെയൊക്കെ ഞാൻ ഒരുപാട് വായിച്ചിട്ടുള്ള ആളാണ്. അപ്പം വിജയമാഷ് വൈലോപ്പിള്ളിയെക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ, ഇതൊക്കെ തന്നെ എനിക്ക് വ്യത്യസ്തമായി തോന്നുകയും അതൊക്കെ വായിക്കപ്പെടേണ്ടതാണെന്ന് തോന്നുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി എഴുതി പോകുന്നതാണ്. അപ്പോൾ ഫിക്ഷനൊക്കെ നമ്മൾ എഴുതി പോയി എന്ന്, കഥയൊക്കെ നമ്മൾ പെട്ടെന്ന് എഴുതി പോയി എന്ന് പറയുന്നത് പോലെ തന്നെ സാഹിത്യ നിരൂപണം ഞാനങ്ങനെ അതിനെക്കുറിച്ച് എഴുതണം എന്നെനിക്ക് തോന്നലുണ്ടായതിൻ്റെ ഭാഗമായിട്ട് എഴുതി. മറ്റതിനെക്കുറിച്ച് ഞാൻ ഒരു ഇതുമായി ബന്ധപ്പെട്ട് അവരെ ഒന്ന് വളർത്താം എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യം ഒരിക്കലും അങ്ങനെ വളർത്താൻ ഞാൻ ആളുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം കാര്യങ്ങൾ ചിന്തിക്കാറില്ല. എനിക്ക് തോന്നുന്ന ഇതെൻ്റെ വായനയെ സംതൃപ്തമാക്കിയ, ഇതെൻ്റെ വായന, ഈ കൃതിയെക്കുറിച്ച് എനിക്ക് എഴുതാൻ കഴിയും എന്ന് തോന്നലുണ്ടെന്ന് അങ്ങനെ എഴുതി പോയതാണ്. മിക്ക ലേഖനങ്ങളും അങ്ങനെയാണ്. ആശാനെ പോലെ തന്നെ വൈലോപ്പിള്ളിയും താങ്കളുടെ പ്രിയപ്പെട്ട കവിയാണ്. വൈലോപ്പിള്ളിയെ പറ്റി താങ്കൾ നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പല മാഗസിനിലും പല വാരികകളും അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. വൈലോപ്പിള്ളി കവിതകളുടെ ഒരു ആഴം എങ്ങനെയാണ് ഒരു നിരൂപകൻ എന്ന നിലയിൽ താങ്കളെ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളത്? വൈലോപ്പിള്ളി കവിതകൾ പണ്ട് തൊട്ടേ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ മാമ്പഴം പഠിക്കുന്ന കാലഘട്ടം തൊട്ടേ, പണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അങ്കണത്തൈ മാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക അമ്മ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടു കണ്ണീർ എന്ന മാമ്പഴം വായിച്ച് കരഞ്ഞ് പദ്യപാരായണ മത്സരത്തിൽ ചൊല്ലിയ വളർന്ന ഒരു തലമുറയാണ് നമ്മൾ രണ്ടുപേരും. മാമ്പഴം കവിതയ്ക്ക് ശേഷം വൈലോപ്പിള്ളിയുടെ കവിതകളെക്കുറിച്ച് അതിഗംഭീരമായി, എന്നാൽ വൈലോപ്പിള്ളി അങ്ങനെ സൗന്ദര്യപരമായി കവിത, അല്ലെങ്കിൽ മറ്റ് കവികളെ പോലെ വലിയ സൗന്ദര്യമുള്ള, വിജയമാഷൊക്കെ പറയുന്നത് വലിയ സൗന്ദര്യമുള്ള കവിതകൾ എഴുതുന്ന ഒരാളല്ല. പക്ഷേ വൈലോപ്പിള്ളി കവിതകൾ ഡെപ്ത്, സമകാലികതയിലാണ് ഏറ്റവും കൂടുതൽ അടയാളപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ പുതിയതായി വരുന്ന പുസ്തകത്തിലുള്ള ലേഖനമാണ് വൈലോപ്പിള്ളി കവിതകൾ കേരളീയ കുടുംബജീവിതത്തിൻ്റെ, ദാമ്പത്തിക ജീവിതത്തിൻ്റെ മാനിഫെസ്റ്റോ. ഇപ്പോൾ കണ്ണീർപ്പാടം, ഊഞ്ഞാലിൽ എന്ന് പറയുന്ന 2 കവിതകൾ, ബസ് വന്നു പോയി ദൂരാലിരമ്പം കേട്ട് എന്ന് പറഞ്ഞ കണ്ണീർപ്പാടം ദാമ്പത്തികത്തിൻ്റെ കവിതയാണ്. സാരി നീ ചെരിച്ചേറ്റി നിൻ മൃദുരോമ ചാരുവാം കണങ്കാൽ കണ്ട് എനിക്ക് പാകവം തോന്നി എന്നൊരു കർക്കിടക മാസത്തിലെ ഒരു ദിവസം കവിയും ഭാര്യയും കൂടെ വഴുക്കലുള്ള വയൽവരമ്പിലൂടെ ബസ് നഷ്ടപ്പെട്ടു പോയി കാളി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഈ കവിത യഥാർത്ഥത്തിൽ ഒരു കുടുംബജീവിതത്തിൻ്റെ മുൾക്കാടുകളെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. അതുപോലെ ഊഞ്ഞാലിൽ വാർദ്ധക്യ പ്രണയത്തെക്കുറിച്ചാണ്. ഊഞ്ഞാലിൽ ഒരു വെറ്റില 100 തേച്ച് തന്നു നീ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഈ 2 കവിതകൾ വെച്ച് കേരളീയ ദാമ്പത്തികത്തിൻ്റെ മാനിഫെസ്റ്റോ അവതരിപ്പിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ വൈലോപ്പിള്ളി എന്ന് പറയുന്ന കവി കേരളീയ ജീവിതത്തിൻ്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കവിയാണ് പൊതുവെ നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് അതുപോലെ കുടിയൊഴിക്കൽ, വൈലോപ്പിള്ളിയുടെ മാസ്റ്റർ പീസ് കവിതയാണ് കുടിയൊഴിക്കൽ. കേവലമായൊരു വിപ്ലവത്തെക്കുറിച്ചുള്ളൊരു കവിതയല്ല. കുടിയൊഴിക്കലിലെ 10 പ്രത്യേകതകൾ, അതിലെ പ്രണയങ്ങൾ, പ്രത്യേകിച്ച് 3-ാം ഖണ്ഡത്തിലെ പ്രണയങ്ങൾ, കൂട്ടുകാരുമൊത്തൻ അയൽവക്കത്ത് കൈകൊട്ടി കളിച്ചതിന് ശേഷം എന്നോട് ഒച്ച വേറിട്ട് കേട്ടുവോ എന്നൊക്കെ ചോദിക്കുന്ന, ഞാനരുളിയൊരാദ്യ സമ്മാനം മാനവായ്പാൽ തിരസ്കരിച്ചാലും പാദമണ്ണിൽ തിരിച്ചറിഞ്ഞെൻ്റെ പാദമുദ്രയെ പാർത്തു നിന്നോളെ എന്നൊക്കെ ഈ വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കലിലെ പ്രണയഭാഗങ്ങളും ഒക്കെ. അതുപോലെ കവിത തുടങ്ങുന്നേ അന്തിയുണ്ട് പഴങ്ങൾ തൻ മാംസം മന്ദമന്ദം നുണഞ്ഞതിന് ശേഷം അന്തിയുണ്ട് പഴങ്ങൾ തൻ മാംസം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതുന്നതിൻ്റെ ഒരു പ്രത്യേകത അത് നമ്മളെ വല്ലാതെ ആകർഷിക്കപ്പെടും. അങ്ങനെ വൈലോപ്പിള്ളി മാഷ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഉടനീളം ധാരാളം കവിതകൾ, എല്ലാ കവിതകളും, പ്രത്യേകിച്ച് അതിനകത്ത് വിജയമാഷിൻ്റെ പഠനങ്ങൾ കൂടെ വായിക്കുമ്പോഴാണ് ഈ കവിത ഏറ്റവും മനോഹരമായി തോന്നുന്നത്. ഫ്രോയിഡിനെയൊക്കെ വെച്ച് വായിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ ഈ സഹിൻ്റെ മകൻ എന്ന് പറയുന്ന കവിത ഒരു മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തെ ഒക്കെ മാനസിക സങ്കീർണതകളെയൊക്കെ അടയാളപ്പെടുത്താൻ പറ്റിയ കവിതയാണെന്നൊരു തോന്നലിലാണ് വീണ്ടും അത് വായിക്കപ്പെടുന്നത്. അങ്ങനെയാണ് വൈലോപ്പിള്ളി എനിക്ക് ഇഷ്ടപ്പെട്ടതും വൈലോപ്പിള്ളിയെക്കുറിച്ച് എഴുതിയതും. അത് പുതിയതായി ഇറങ്ങുന്ന പുസ്തകത്തിൽ ആ ലേഖനം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഒരു കവി എന്ന നിലയിൽ, നിരൂപന നിലയിലുള്ള സംഘർഷം ഈ കവിയും നിരൂപകനും, ഇപ്പോൾ ഒരു സംഭവം നമ്മൾ എഴുതാൻ വരുമ്പം കവിയാണോ മുന്നിൽ നിൽക്കുന്നത്, തൻ്റെ ഉള്ളിലെ കവിയാണോ നിരൂപകനാണോ, അങ്ങനൊരു സംഘർഷം ഉണ്ടായിട്ടുണ്ടോ? കവിയും നിരൂപകനും എന്നുള്ള സംഘർഷം ഉണ്ടാകുമ്പോൾ തന്നെ കവിയാണ് മുന്നിൽ നിൽക്കുന്നത്.
അതിനെ എങ്ങനെയാണ് മറികടക്കുന്നത്? അതിനെ പറഞ്ഞാൽ പിന്നെ നിരൂപണം എഴുതുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെ വായന അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കവിതയുടെ ഒരുതായ ഒരു മാനസികാവസ്ഥയും എന്ന് പറഞ്ഞാൽ ഒരു ഉന്മാദപരമായൊരു ഭാഷ രൂപപ്പെടും. കവി എപ്പോഴും ഒരു ഉന്മാദിയായ മനുഷ്യനാണ്. അങ്ങനെ ഒരു സാഹിത്യകൃതിയെ ഇപ്പോൾ മാഷിൻ്റെ ഒരു സാഹിത്യകൃതി എടുത്ത് ഞാൻ പഠിക്കുമ്പോൾ അത് നിങ്ങളുടെ ഒരു ഭാഷയാണെങ്കിൽ തന്നെ അതിൽ ഞാൻ ഉന്മാദം അനുഭവിക്കപ്പെടും. അതൊരു കവി ജന്മനാ കവി ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് തോന്നുന്നതായിരിക്കും. അപ്പോൾ അതെൻ്റെ നിരൂപണത്തെ പലപ്പോഴും സഹായിക്കാറുള്ളത്. ആ കവിതയുടെയോ കഥയുടെയൊക്കെ ഇടയിലേക്ക് മനസ്സുമായി ഇറങ്ങിപ്പോകാൻ കഴിയുന്നത് ആ കാവ്യബോധം, ആ കാവ്യ സ്വരൂപം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നേരിട്ട് അങ്ങനൊരു വലിയ സംഘർഷത്തിലേക്ക് ഇല്ലെങ്കിലും ചിലപ്പോഴൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഭാഷ ചിലപ്പോഴൊക്കെ കൂടുതൽ ഇങ്ങനെ കവിതയുടെ ഭാഷ രൂപപ്പെടുന്നുണ്ട്, ഉന്മാദമായൊരു ഭാഷ രൂപപ്പെടുന്നു എന്നൊക്കെ പലരും പറയാതെ തിരുത്തൽ വേണം എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നമുണ്ട്. അതിനെ നമ്മൾ മനഃപൂർവ്വം അതിജീവിച്ചേ പറ്റൂ. അപ്പോൾ ഈ കവി എന്ന നിലയിൽ ആണോ സഞ്ചരിക്കാനാണോ അതോ നിരൂപകൻ എന്ന നിലയിൽ സഞ്ചരിക്കാനാണോ കൂടുതൽ ഇഷ്ടം? നിരൂപകൻ എന്ന രീതിയിൽ സഞ്ചരിക്കാനാണ് ഏറെ ഇഷ്ടം. കവിത വായിക്കാൻ, മറ്റുള്ളവരുടെ കവിത വായിക്കാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. കവിത എഴുതുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും അത് അനുഭവിക്കാറുണ്ടല്ലേ? കവിത എഴുതുക എന്ന് പറഞ്ഞാൽ നിരൂപണം എഴുതുമ്പോൾ ഞാൻ വളരെ ആസ്വദിച്ചാണ്, ഒരു സന്തോഷത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. കവിത ഒരിക്കലും എനിക്ക് അങ്ങനെ എഴുതാൻ കഴിയുന്നില്ല. കവിത എഴുതുമ്പോൾ അനേകമായ ഒരു വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. പല സംഘർഷങ്ങളിലൂടെയും പല പ്രശ്നങ്ങളെയും പല മാനസിക അവസ്ഥകളിലൂടെയും കടന്നു പോയതിനു ശേഷമാണ് ഇപ്പോൾ എസ്രാ പൗണ്ട് പറയാറുണ്ട്, ജീവിതത്തിൽ ധാരാളം കവിതകളൊന്നും എഴുതണ്ട, ഒരു ബിംബമെങ്കിലും നിനക്ക് പുതുതായി സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ മതി എന്നാണ്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഒരു ബിംബവും ഒരു പുതിയ ഇമേജോ എനിക്ക് കവിതയിൽ കൊണ്ടുവരാൻ നമ്മൾ അത്രയും പ്രയാസം അനുഭവിച്ചിട്ടാണ് ഒരു ബിംബമോ ഒക്കെ കവിതയിൽ, ഒരു ഇമേജൊക്കെ കവിതയിൽ കൊണ്ടുവരുന്നത്. അത്രയും പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചാണ് കവിതയിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയും വലിയ സങ്കീർണതകളും വലിയ പ്രക്ഷുബ്ധതകളും ഒടുവിലാണ് കവിത രൂപപ്പെടുന്നത്. പക്ഷേ നിരൂപണത്തിൽ ഞാൻ സന്തോഷകരമായി എൻ്റെ ഒരു വായനാനുഭവം പോലെ പ്രിയപ്പെട്ടതാണ് എനിക്ക് നിരൂപണം എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ എളുപ്പം സംഭവിക്കുന്നത്, വളരെ വേഗത്തിൽ എനിക്ക് എഴുതാനും കഴിയുന്നുണ്ട് നിരൂപണം. പക്ഷേ കവിത അത്ര വേഗത്തിൽ എഴുതാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവർക്കും വളരെയേറെ കൗതുകമാണ് എഴുത്തുകാരൻ്റെ ജീവിതം. അത് നിരൂപകനാവട്ടെ, കഥാകൃത്താവട്ടെ, കവിയാവട്ടെ. താങ്കളുടെ ഒരു എഴുത്തിൻ്റെ രീതി എങ്ങനെയാണ്? അതായത് എഴുത്തിൻ്റെ രീതി എന്ന് വെച്ചാൽ ഭാഷയോ അങ്ങനെയൊന്നുമല്ല, എഴുത്തിൻ്റെ ഒരു സമയക്രമം അല്ലെങ്കിൽ എഴുത്തിന് വേണ്ടിയുള്ള ഒരുക്കം, ഇത്തരം കാര്യങ്ങൾ സർഗാത്മകമായ ഒരുക്കം എങ്ങനെയാണ്? അപ്പോൾ ഒരു കൃതി നമ്മളിപ്പം ചിലതൊക്കെ നമ്മൾ മുൻകൂട്ടി ഇപ്പം എം.എൻ. വിജയ മാഷിനെ കുറിച്ചൊരു വലിയ ലേഖനമാണ് ഞാൻ എഴുതിയത്. അതൊരു പഠന സംബന്ധമായ എഴുത്തായിരുന്നു. അതുപോലെ ഈ ഇപ്പം പുതുതായി ഇറങ്ങുന്ന പുസ്തകത്തിൽ മലയാളത്തിലെ പെൺകവികളുടെ കവിതകളെക്കുറിച്ചൊരു പഠനമുണ്ട്. പെൺവാക്കിൻ്റെ പ്രവാഹവും പ്രതിസന്ധികളും എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി നിശ്ചയിക്ക് പ്ലാൻ ചെയ്യപ്പെട്ട് ഇത്തരം ലേഖനം എനിക്ക് എഴുതണം എന്ന് ആലോചിച്ചുകൊണ്ട് എഴുതുന്ന അതാണത്. അത് നമ്മളതിൻ്റെ പഠനങ്ങളും അതിൻ്റെ വായനാ വഴികളും ഇങ്ങനെ ഒരു പാരലായി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പാരലായി മറ്റു പുസ്തകങ്ങളും ഒക്കെ വായിക്കാറുണ്ട്. അപ്പോൾ അതിൽ സ്വാഭാവികമായി എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരേ സമയം ഇങ്ങനെ ലേഖനങ്ങളൊക്കെ എഴുതാൻ വളരെ വേഗത്തിൽ എഴുതാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചിലത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത്, ഇപ്പം വിജയ മാഷിനെ പോലെ പെട്ടെന്ന് നമുക്ക് എഴുതി തീർക്കാൻ പറ്റില്ല. അത് വലിയ പഠനങ്ങളും വലിയ മെറ്റീരിയൽസും വളരെ സാമഗ്രികളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ അപ്പൻ സാറിനെ കുറിച്ച് നമ്മൾ പുസ്തകം എഴുതണമെങ്കിൽ അങ്ങനെ വലിയ വായനകളും വലിയ സാമഗ്രികളൊക്കെ നമ്മൾ ശേഖരിക്കണം. ആ ശേഖരണം നടക്കുമ്പോൾ തന്നെയും ചില പുസ്തകങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് എഴുതണം, അതൊക്കെ പെട്ടെന്ന് തന്നെ സംഭവിക്കുകയും ചെയ്യും. ഇങ്ങനെ രണ്ട് തരം എഴുത്തുകളാണ് നമുക്ക് സംഭവിക്കുന്നത്. മലയാള സാഹിത്യത്തിൽ തുടക്കം മുതൽ തന്നെ ഒരു ഭാവുകത്വ പരിണാമങ്ങൾ ഓരോ ദിശാസന്ധിയെയും അത് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ആ കാൽപ്പനികത, ആധുനികത, ഈ പോസ്റ്റ് മോഡേണിസം, ഉത്തരാധുനികത, ഇങ്ങനെ ഈ ഒരു ദിശാസന്ധികൾ കൃത്യമായി വരികയും അങ്ങനെയുള്ള നിരൂപകരാണ് അത് കൂടുതലത് കണ്ടെത്തി എഴുതി പ്രചരിപ്പിച്ചിരുന്നവർ. ഈ ഒരു കാലഘട്ടത്തിലെ സാഹിത്യ വൈകാരികത അല്ലെങ്കിൽ സാഹിത്യാനുഭൂതി അല്ലെങ്കിൽ ഇത് എന്ത് ദശാസന്ധിയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്? ഉത്തരാധുനികതയാണോ അതോ ഉത്തരാധുനികതയ്ക്ക് ശേഷമുള്ള എന്തെങ്കിലും അവസ്ഥയിലാണോ? ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സമകാലികതയിൽ നിൽക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു എഴുത്തുകാരനാണ് കേസരി ബാലകൃഷ്ണപിള്ള. ഞാൻ വളരെ വിജയമാഷിനെ കുറിച്ച് വായിക്കുന്നതിനോടൊപ്പം വായിച്ചിട്ടുള്ള ഒരാളാണ് കേസരി. അതായത് അപ്പൻ സാറ് ഈ ആധുനികതയിൽ എഴുതിയതെന്തോ അതാണ് കേസരി ഒരു കാലഘട്ടത്തിൽ ചെയ്തത്. മലയാളത്തിലെ എഴുത്തുകാരെ സൃഷ്ടിച്ചെടുത്ത ആളാണ് കേസരി. അപ്പം തകഴി ശിവശങ്കരപ്പിള്ളയെ പോലെയുള്ള ധാരാളം എഴുത്തുകാർക്ക് വിദേശ സാഹിത്യ പ്രവണതകളും വിദേശ സാഹിത്യത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ കാലഘട്ടവും അതിലെ പദ്ധതികളും ഒക്കെ തന്നെ മലയാളത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ആളാണ് കേസരി. അപ്പോൾ ഈ മലയാളത്തിലുണ്ടാകുന്ന ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന ഈ പ്രവണതകളെ മലയാളി അന്നൊന്നും സ്വീകരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1922 T.S. എലിയട്ടിൻ്റെ വേസ്റ്റ് ലാൻഡ് വന്നപ്പോൾ മലയാളത്തിൽ കുമാരനാശാൻ കരുണ എഴുതി തീർത്തതേ ഉള്ളൂ. അപ്പോൾ
അപ്പോൾ ഇത്രയും ആധുനികത വന്നപ്പോഴും കുമാരനാശാൻ മലയാളത്തിൽ കരുണ എഴുതി തീർത്തതുള്ളൂ 22-ൽ. അപ്പോൾ അന്ന് കാലഘട്ടത്തിൽ അത്രയും ദൈർഘ്യം ഉണ്ടായിരുന്നു. നമുക്കത് നമ്മുടെ ഈ ആഗോളവൽക്കരണത്തിൻ്റെയും അല്ലെങ്കിൽ ഈ ടെക്നോളജിയുടെയൊക്കെ ഭാഗമായി ഇന്ന് പെട്ടെന്ന് തന്നെ സാഹിത്യ പ്രവണതകൾ സംഭവിക്കുകയാണ്. അപ്പോൾ ആ പ്രവണതകൾ അതേപോലെ മലയാളം ഉൾക്കൊണ്ടത് എല്ലാത്തരം ഭാവുകത്വങ്ങളെയും സ്വീകരിക്കേണ്ടവരാണ് മലയാളികൾ, അല്ലെ മലയാള എഴുത്തുകാർ. അപ്പോൾ ഒന്നിനോട് നമ്മൾ മടി പിടിച്ച് നിന്നിട്ട് കാര്യമില്ല. ഞാൻ ഇങ്ങനെ മാത്രമേ എഴുതൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാഷയെയും ഭാവുകത്വത്തെയും നവീകരിക്കണം. ഏത് സാഹിത്യ പ്രവണതകളെയും നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ നമ്മുടേതായ ഒരു സൃഷ്ടി നടത്തുക. പക്ഷേ ഇന്നലകളിലെ വേരുകൾ നമ്മുടെ ഉള്ളിലുണ്ടാവണം. പെട്ടെന്നൊരു സാഹിത്യം ഇതിന്നതാണ് എന്ന് പറഞ്ഞ സാഹിത്യ പ്രവണത എഴുതുന്നവരല്ല. നമ്മുടെ ഇന്നലകളിലുണ്ടായിരുന്ന വായനാനുഭവം, ഇന്നലകളിലുണ്ടായിരുന്ന എഴുത്തും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. അതിൽ നിന്ന് നമ്മൾ പുതിയത് സൃഷ്ടിക്കുകയാണ്. അങ്ങനെയുള്ള അതുകൊണ്ട് എല്ലാ ഭാവുകത്വങ്ങളും മലയാള സാഹിത്യത്തിൽ നല്ല കവിതയിലൊക്കെ നല്ല പ്രവണതകൾ, പ്രത്യേകിച്ച് ഫിക്ഷനിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമാണ്. ഇത്രയും നേരം റേഡിയോ മലയാളത്തിന് വേണ്ടി സംസാരിച്ചതിലും നിരൂപണ രംഗത്തെ തൻ്റെ കാവ്യ വഴികളിലൂടെ സഞ്ചരിച്ചതിൽ ഒരുപാട് നന്ദി. ലോക മലയാളികൾക്ക് വേണ്ടി റേഡിയോ മലയാളത്തിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് താങ്കളോട് പ്രത്യേകം നന്ദി പറയുന്നു. വളരെയധികം നന്ദിയുണ്ട്. പ്രത്യേകിച്ചും ഈ റേഡിയോ മലയാളത്തിൽ ഒരു എഴുത്തുകാരനോട്, മലയാളത്തിലെ സമകാലിക ഫിക്ഷൻ കഥാ രംഗത്ത് വളരെ സജീവമായിരിക്കുന്ന എല്ലാ സാഹിത്യ, പ്രത്യേകിച്ചും വിദേശ സാഹിത്യത്തെക്കുറിച്ചൊക്കെയുള്ള പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനുമായിട്ടുള്ള സംഭാഷണമായതുകൊണ്ട് ഇതൊരു വിരസമായ സംഭാഷണമായിട്ട് എനിക്ക് തോന്നിയില്ല. സാഹിത്യത്തെക്കുറിച്ചുള്ള സല്ലാപമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ജേക്കബ് എബ്രഹാം മാഷിനോടൊപ്പമുള്ള ഈ സംഭാഷണം വളരെ ആസ്വാദ്യകരമായിരുന്നു. നിങ്ങൾക്കും ഏറെ ആസ്വാദ്യകരമായിരിക്കുമെന്നും എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നാണ്, എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാനത് പറഞ്ഞത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നേരുന്നു. എഴുത്തുമുറി ബ്രോട്ട് യു ബൈ മിൽമ. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.